നായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 11-ാം സർഗത്തിൽ ശ്ലോകം 37 ചെയ്തു. അപ്പം അതിൽ 10 മുഖവും 20 കയ്യും ഒക്കെ ആയിട്ട് വില്ലും കയ്യിൽ പിടിച്ച് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന രാവണനെ കണ്ടാൽ മൈനാകപർവ്വതം പോലെയാണ് തോന്നുന്നത്. അത്ര വലുതാണെന്ന് നമ്മൾ പറഞ്ഞു. അവരൊക്കെ പേടിച്ചു, വാനന്മാരൊക്കെ പറഞ്ഞില്ലേ. ഇനി 38. രാമസ്തു ഭൃഗുടിം ബദ്ധ്വാ ക്രോധസംരക്തലോചന കോപം ചകാര സദൃശം നിർദഹന്യവ രാക്ഷസം. ക്രോധസംരക്തലോചനം, ക്രോധം കൊണ്ട് ചുമന്ന കണ്ണുകളോടുകൂടിയ രാമഹത്തു, രാമനാകട്ടെ ഭൃഗുടിം ബദ്ധ്വ, പുരികങ്ങളെ ചുളിച്ചിട്ട് രാക്ഷസനെ നിർദഹൻ ഇവ, ദഹിപ്പിക്കും എന്ന പോലെ സദൃശം കോപം ചകാര, അതായത് കോപിച്ചു. എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടോ, ഈ ദേഷ്യം നടിക്കണ ശ്രീരാമനും ദേഷ്യം വന്നു. അതായത് കോപം കൊണ്ട് കലങ്ങി മറിഞ്ഞ കണ്ണുകളോടുകൂടിയ രാമനാകട്ടെ പുരികം വളച്ച് നിർത്തി രാവണനെ ദഹിപ്പിക്കുന്ന മട്ടിൽ നോക്കിക്കൊണ്ട് തൻ്റെ, അതായത് രാവണനേക്കാളും കോപിച്ചു എന്നർത്ഥം. നല്ല ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള കണ്ണുകളോടെയാണ് നോക്കിയത് ശ്രീരാമൻ. രാവണനെ അത്ര അങ്ങനെ പിരികങ്ങനെ ചുളിച്ച് അത്ര ഉയർത്തിപ്പിടിച്ചിട്ട്, പുരികം ഉയർത്തിപ്പിടിച്ച് വളരെ ദേഷ്യത്തോടുകൂടി നോക്കി. രാമസ്തു ഭൃഗുടിം ബദ്ധ്വാ ക്രോധ സംരക്തലോചന കോപം ചകാര സദൃശം നിർദഹന്യവ രാക്ഷസം. 39-ഉം 40-ത്തിൽ ഒരു വരി. ധനുരാദായ ദേവേന്ദ്ര ധനുരാകാരമദ്ഭുതം ഗൃഹീത്വാ പാണിനാ ബാണം കാലാനലസമപ്രഭം നിർദഹന്നിവ ചക്ഷുർഭ്യാം ദദർശ രിപും അന്തികേ. ദേവേന്ദ്ര ധനുരാകാരം, ദേവേന്ദ്രൻ്റെ വില്ലിൻ്റെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതിയുള്ളതും അദ്ഭുതം, അത്യത്ഭുതകരമായ ധനു, അതായത് വില്ലിനെ ആദായ ധരിച്ചിട്ട് കാലാനല സമപ്രഭം, കാലാഗ്നിക്ക് തുല്യമായ തേജസ്സോടു കൂടിയ ബാണത്തെ പാണിനാഗ്രഹിത്വ, അതായത് കയ്യുകൊണ്ട് പിടിച്ചിട്ട് അന്തികേ രിപും, അടുത്തുള്ള ശത്രുവിനെ ചക്ഷുർഭ്യാം, 2 കണ്ണുകൾ കൊണ്ടും നിർദഹൻ ഏവ, ദഹിപ്പിക്കുമോ എന്ന് തോന്നുമാറ് ദദർശ നോക്കി. ഇന്ദ്രൻ്റെ വില്ലിന് തുല്യവും അത്ഭുതകരമായ ഒരു വില്ല് കയ്യിൽ പിടിച്ചിരുന്നു ശ്രീരാമൻ. കാലാഗ്നി പോലെ തിളങ്ങുന്ന ഒരു അമ്പും, കാലാഗ്നി പോലെ തിളങ്ങുന്ന അമ്പും മറ്റൊരു കയ്യിൽ പിടിച്ച രാമൻ അടുത്ത് നിൽക്കുന്ന ശത്രുവിനെ ഭസ്മമാക്കുമോ എന്ന് തോന്നുമാറ് 2 കണ്ണുകൊണ്ടും നോക്കി രാവണനെ. ധനുരാദായ ദേവേന്ദ്ര ധനുരാകാരമദ്ഭുതം ഗൃഹീത്വാ പാണിനാ ബാണം കാലാനലസമപ്രഭം നിർദഹന്നിവ ചക്ഷുർഭ്യാം ദദർശരിപും അന്തികേ, അടുത്ത് നോക്കി. പരാക്രമം ദർശയിതും തേജസാ പ്രജ്വലന്നിവ പ്രചക്രമേ കാലരൂപീ സർവലോകസ്യ പശ്യത. തേജസ്സുകൊണ്ട് പ്രജ്വലൻ, അതായത് ഉജ്ജ്വലമായ തേജസ്, ജ്വലിക്കുകയാണ്. കാലരൂപി, കാലസ്വരൂപനായിട്ടുള്ള കാലസ്വരൂപൻ പരാക്രമം, ശൗര്യത്തെ ദർശയിതും, നല്ല ആ വീരശൗര്യം കാണിച്ചുകൊണ്ട് കാണിപ്പിക്കാനായിട്ട് സർവലോകസ്യ പശ്യത, സർവലോകവും നോക്കിക്കൊണ്ടിരിക്കെ പ്രചക്രമേ, പ്രക്രമിച്ചു. എന്തറിയോ, സകല ലോകനിവാസികളും കണ്ടുകൊണ്ടിരിക്കെ കാലസ്വരൂപനായിട്ടുള്ള രാമൻ രാവണനെ വധിക്കേണ്ട സമയമായി എന്ന് തീർച്ചയാക്കിയിട്ട് തേജസ്സുകൊണ്ട് ജ്വലിക്കുന്നവനോ എന്നു തോന്നുമാറ് തൻ്റെ ശൗര്യത്തെ
വീരശൗര്യ പരാക്രമങ്ങളെ കാണിക്കാൻ ആരംഭിച്ചു. അതായത് കൊല്ലാൾ സമയമായി എന്ന് അറിഞ്ഞുകൊണ്ട് തൻ്റെ വീര്യം ശരിക്കും കാണിച്ചു. പരാക്രമം ദർശയിതും തേജസാ പ്രജ്വലന്നിവ പ്രചക്രമേ കാലരൂപി. കാലസ്വരൂപനാണല്ലോ ഭഗവാൻ. കാലം വരുമ്പോൾ എന്താ വേണ്ട വെച്ചാൽ ചെയ്യും എല്ലാവരോടും, അല്ലേ? സർവലോകസ്യ പശ്യത. ഇനി 42. വികൃഷ്യ ചാപം രാമസ്തു രാവണം പ്രതിവിധ്യ ച ഹർഷയൻ വാനരാനീകം കാലാന്തക ഇവാ ബഭൗ. രാമനാകട്ടെ ചാപം വികൃഷ്യ, ചാപത്തെ ആകർഷിച്ചിട്ട് രാവണം പ്രതിവിധ്യ, രാവണനെ നേരെ വാനരാനീകം, വാനര സൈന്യത്തെ ഹർഷയൻ സന്തോഷിപ്പിക്കുന്നവനായിട്ട് കാലാന്തകം ഇവ, അതായത് യമൻ എന്ന പോലെ, അന്തകൻ എന്ന പോലെ ഇവരെ ആബഭൗ ഏറ്റവും ശോഭിച്ചു. എന്താ അറിയോ? രാമൻ വില്ലിൻ്റെ ഞാണിനെ വലിച്ചിട്ട് രാവണനെ ശരങ്ങളെ കൊണ്ട് രാവണൻ്റെ മേലെ ശരവർഷം ചെയ്തു. രാമൻ വില്ലിൻ്റെ ബാണിനെ വലിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ശരങ്ങൾ അയച്ചു കൊണ്ടിരുന്നു. അപ്പോൾ വാനര സൈന്യത്തിനൊക്കെ സന്തോഷമായി. അതാണ് പറഞ്ഞത്, വാനര സൈന്യത്തിനെ സന്തോഷിപ്പിക്കുന്നവനായിട്ട് കാലനെ പോലെ ശോഭിച്ചു എന്ന്. അതായത് മരണം എടുത്തുല്ലോ രാവണൻ്റെ. അപ്പോൾ കാലസ്വരൂപനായിട്ട് കാലനെ പോലെ ശോഭിച്ചു, വാനര സൈന്യത്തിന് സന്തോഷം നൽകിക്കൊണ്ട്. കാരണം രാവണൻ്റെ മേലേക്ക് ശരവർഷം ചെയ്യണേ. വികൃഷ്യ ചാപം രാമസ്തു രാവണം പ്രതിവിധ്യ ച ഹർഷയൻ വാനരാനീകം കാലാന്തക ഇവാ ബഭൗ. ക്രുദ്ധം രാമസ്യ വദനം ദൃഷ്ട്വാ ശത്രും പ്രധാവത തത്രസ്യ സർവഭൂതാനി ചചാര ച വസുന്ധര. അതായത് അത്ര ഭീകരായി യുദ്ധം. ശത്രും പ്രധാവത, ശത്രുവിനെ കണ്ട് ഓടുന്ന, അല്ലെങ്കിൽ ശത്രുവിൻ്റെ പിന്നാലെ ഓടുന്ന. ക്രുദ്ധം രാമസ്യ വദനം, വളരെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രാമൻ്റെ മുഖത്തെ ദർശിച്ചിട്ട് സർവഭൂതാനി, സകല ഭൂതങ്ങൾ തത്രസു ത്രസിച്ചു, വസുന്ധര ഭൂമി ചചാല, ഭൂമി ചലിച്ചു. അതായത് ശത്രുവിൻ്റെ നേർക്ക് പാഞ്ഞടുക്കുന്ന രാമൻ്റെ ആ കോപം നിറഞ്ഞ മുഖം കണ്ടിട്ട് സകല ജീവജാലങ്ങളും ഭയപ്പെട്ടു എന്ന്. അത്ര ദേഷ്യത്തോടു കൂടിയാണ് രാവണൻ്റെ നേർക്ക് പാഞ്ഞ് ചെല്ലണതേ. അപ്പോൾ ആ രാവണൻ്റെ നേർക്ക് പാഞ്ഞ് ചെല്ലുന്ന രാമൻ്റെ മുഖത്ത് ആ കോപം കണ്ടിട്ട് സർവ്വജീവജാലങ്ങളും ഭയപ്പെട്ടു. ഈ സർവസമ്പത്തിനെയും അടക്കി ഇരിക്കുന്ന ഭൂമി ഇളകിന്ന്. വസുന്ധര ചചാല, ഭൂമി ഇളകി. ക്രുദ്ധം രാമസ്യ വദനം ദൃഷ്ട്വാ ശത്രും പ്രധാവത തത്രസു സർവഭൂതാനി ചചാല ച വസുന്ധര. ഭൂമി ഉലുക്കം പോലെ ഉണ്ടായി. രാമൻ ദൃഷ്ട്വാ മഹാരൗദ്രം ഉൽപാതാംശ്ച സുദാരുണാൻ ത്രസ്താനി സർവഭൂതാനി രാവണം ചാവിശദ്ഭയം. മഹാരൗദ്രം, അതിഭയങ്കരനായ രാമനെയും സുദാരുണൻ, അതിദാരുണങ്ങളായ ഉൽപാദാൻച, ചീത്തലക്ഷണങ്ങളെയും ദൃഷ്ട്വ കണ്ടിട്ട് സർവഭൂതാനി, സകലഭൂതങ്ങളും ത്രസ്താനി പേടിച്ച് രാവണം ച, രാവണനെയും ഭയം ആവിശത്. സർവഭൂതങ്ങൾക്കും സർവജീവജാലങ്ങൾക്കും ഭൂതങ്ങൾക്കും മാത്രമല്ല, പഞ്ചഭൂതങ്ങൾക്കൊക്കെ ഭയമായി. അതുമാത്രമല്ല രാവണനും ഭയമായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. എന്താ അറിയോ? മഹാഭയത്തെ ജനിപ്പിക്കുന്ന രാമനെയും വരാൻ പോകുന്ന ആപത്തുകളെ സൂചിപ്പിക്കുന്ന ദുർലക്ഷണങ്ങളെയും കണ്ടിട്ട് സകല ലോകത്തെയും ഉപദ്രവിക്കുന്ന ഭയങ്കരനായ രാവണനെയും ഭയം ബാധിച്ചു. രാവണനും ഭയം ഉണ്ടായി, സർവഭൂതങ്ങൾക്കല്ല. കാരണം ഈ രാമനെ എല്ലാവർക്കും ഭയം ജനിപ്പിക്കുന്ന തരത്തിലാണ് രാമൻ്റെ അപ്പുറത്തെ ഒരു ഭാവം. അത് കണ്ടിട്ടും പിന്നെ രാവണനെ അത്യാപത്തുകൾ വരാൻ പോണതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടുമൊക്കെ ലോകത്തിനെ മുഴുവൻ കരയിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന രാവണനും കുറച്ച് ഭയം തോന്നി. അതായത് രാവണനെയും ഭയം ബാധിച്ചു. രാമം ദൃഷ്ട്വാ മഹാരൗദ്രമുൽപാതാംശ്ച സുദാരുണാൻ
ത്രസ്താനി സർവഭൂതാനി രാവണം ചാവിശദ്ഭയം. 45. വിമാനസ്ഥാസുരഗണ സിദ്ധഗന്ധർവകിന്നരാ ദദൃശു സുമഹായുദ്ധം ലോകസംവർത്തകോപമം. വിമാനത്തിലിരിക്കുന്ന സുരഗണ, ആകാശത്തിലെ ദേവന്മാരൊക്കെ യുദ്ധം നോക്കി നിൽക്കുക. ദേവന്മാരും സിദ്ധഗന്ധർവ കിന്നരന്മാരും ലോകസംവർത്തകോപമം, ലോകപ്രളയം സംഭവിക്കുന്ന പോലെയുള്ള സുമഹായുദ്ധം, ഏറ്റവും മഹത്തായ യുദ്ധത്തെ ദൃശു, അവരൊക്കെ ആകാശത്ത് നിന്ന് കാണുന്നുണ്ട് ഈ യുദ്ധം, രാമരാവണ യുദ്ധേ. അതായത് വിമാനത്തിലിരുന്നിട്ട് ദേവസമൂഹങ്ങളും സിദ്ധന്മാരും ഗന്ധർവന്മാരും ചാരണന്മാരും കിന്നരന്മാരും ഒക്കെ ലോകത്തെ ഒട്ടാകെ നശിപ്പിക്കുന്ന പ്രളയത്തിന് തുല്യാണ്. അങ്ങനത്തെ രാമരാവണ യുദ്ധത്തെ, മഹാഭയങ്കരമായിട്ടുള്ള രാമരാവണ യുദ്ധത്തെ ആകാശത്ത് നിന്നുകൊണ്ട് ദേവന്മാരും ബാക്കി ആകാശചാരികളൊക്കെ വീക്ഷിച്ചു. വിമാനസ്ഥം സുരഗണ സിദ്ധഗന്ധർവകിന്നരാ ദദൃശു സുമഹായുദ്ധം ലോകസംവർത്തകോപമം. ഇനി 46. ഐന്ദ്രമസ്ത്രം സമാദായ രാവണസ്യ ശിരോച്ഛിനദ് മൂർധാനോ രാവണസ്യാഥാ ബഹവോരുധിരോക്ഷിതാ ഗഗനാൽ പ്രപതന്തി സ്മ താരാദിവ ഫലാനിഹി. ഐന്ദ്രമസ്ത്രം, ഇന്ദ്രാസ്ത്രത്തെ സമാദായ എടുത്തിട്ട് രാവണൻ്റെ ശിരസിനെ അച്ഛിന ഛേദിച്ചു. ഇന്ദ്രാസ്ത്രം കൊണ്ട് രാവണൻ്റെ തല ഛേദിച്ചു. രുധിരോക്ഷിത, രക്തമൊലിക്കുന്ന രാവണസ്യ ബഹവ മൂർധാന, രാവണൻ്റെ ആ 10 ശിരസ്സുകൾ താലാത് ഫലാനി, അനവധി ശിരസ്സുണ്ടല്ലോ, താലാത് ഫലാനീവ, അതായത് താലവൃക്ഷത്തിൻ്റെ ഫലങ്ങൾ എന്ന പോലെ, അതായത് പനനൊങ്കാണ് തോണ്ട, പനയാണ് താലം, പനനൊങ്ക് വീഴുന്ന പോലെ ഗഗനാത്, ആകാശത്തിൽ നിന്ന് പ്രപതന്തി സ്മ, താഴ്ത്ത് പതിച്ചു എന്ന്. അതായത് രാമൻ ഇന്ദ്രാസ്ത്രം തൊടുത്ത് വിട്ടപ്പോൾ രാവണൻ്റെ ശിരസ്സൊക്കെ മുറിഞ്ഞു. രക്തമൊലിച്ചു കൊണ്ടിരിക്കുന്ന രാവണൻ്റെ ആ അനേക ശിരസ്സുകൾ, 10 ശിരസ്സുണ്ടല്ലോ, പനയെന്ന് ഈ നൊങ്ക് വീഴുന്ന പോലെ, പനയുടെ ഫലങ്ങൾ വീഴുന്ന പോലെ ആകാശത്തിൽ നിന്ന് വീണു. പ്രകർഷേണ പതിച്ചു, വീണു എന്ന്. അതായത് തല മുറിച്ചിട്ടു, എല്ലാ തലയും. ഐന്ദ്രമസ്ത്രം സമാദായ രാവണസ്യ ശിരോച്ഛിനദ് മൂർധാനോ രാവണസ്യ അഥാ ബഹവോ രുധിരോക്ഷിതാ ഗഗനാൽ പ്രപതന്തി സ്മ താലാദിവ ഫലാനിഹ. താലഫലങ്ങൾ വീണ പോലെ രാവണൻ്റെ തല വീണു. ന ദിനം ന ച വൈ രാത്രിർ ന സന്ധ്യ ന ദിശോപി വാ പ്രകാശന്തേന തദ്രൂപം ദൃശ്യതേ തത്ര സങ്കരേ തതോ രാമോ ബഭൂവാധാ വിസ്മയാവിഷ്ടമാനസ. ദിനം ചൽ പകല്, രാത്രിയും പകലും സന്ധ്യ, ദിക്കുകൾ ഒന്നും പ്രകാശിക്കണില്ല. തത്ര സങ്കരെ, ആ യുദ്ധത്തിൽ, തദ്രൂപം, അവരുടെ ആകൃതി, ഇന്ന ദൃശ്യതയെ കാണപ്പെടുന്നില്ല, അവരെ കാണാനില്ല യുദ്ധം ചെയ്യണവരെ. തതഹ രാമ, അതിനുശേഷം രാമൻ വിസ്മയാവിഷ്ടമാനസ ബഭൂവ, വിസ്മയത്താൽ ആവേശിക്കപ്പെട്ടവനായി ഭവിച്ചു. എന്താ അറിയുമോ, ആ യുദ്ധം നടക്കുമ്പോൾ, ഈ രാമരാവണ യുദ്ധം നടക്കുമ്പോൾ പകല് രാത്രി സന്ധ്യ ഏതൊക്കെ ദിക്കുകളാണ് ഒന്നും വേർതിരിച്ചറിയാൻ പറ്റില്ല, അത്ര പൊടിപടലാണ്. രാമരാവണ യുദ്ധത്തിൻ്റെ സമയത്ത് അനവധി ദിവസം ഉണ്ടായി. അപ്പോൾ എപ്പോഴാ രാത്രി, എപ്പോഴാ പകല്, എപ്പോഴാ സന്ധ്യ, ഏതാ കിഴക്ക് ഏതാ തെക്ക്, ഒന്നും അറിയാൻ പറ്റുന്നില്ല. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാമൻ്റെയോ രാവണൻ്റെയോ രൂപവും കാണാനില്ല ശരിക്കും വ്യക്തമായിട്ട്. ശരവർഷം കൊണ്ട് ഹോൾ സ്ഥലം മൂടിനു. അതുകൊണ്ടാണ് ഈ രാമരാവണ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ യുദ്ധമില്ല, മഹാഭാരത യുദ്ധത്തിനേക്കാളും വലുതാണെന്നാണ് പറയുക. അപ്പോൾ രാത്രി എപ്പോഴാ പകൽ എപ്പോഴാ സന്ധ്യ എപ്പോഴാന്ന് അറിയില്ല എന്ന് മാത്രമല്ല, ശ്രീരാമനെയും രാവണനെയും കാണുന്നില്ല. അതായത് ശരം കൊണ്ടെല്ലാം മൂടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ രാമൻ്റെ മനസ്സിൽ അത്യാശ്ചര്യമുണ്ടായി എന്ന് പറഞ്ഞു. ന ദിനം ന ച വൈ രാത്രിർ ന സന്ധ്യ ന ദിശോപി വാ പ്രകാശന്തേ ന തദ്രൂപം ദൃശ്യതേ തത്ര സങ്കരേ. അതായത് ആ യുദ്ധത്തിൽ ശ്രീരാമനെയും രാവണനെയും വേർതിരിച്ച് അറിയണം കൂടിയില്ല.
തതോ രാമോ ബഭൂവാധാ വിസ്മയാവിഷ്ടമാനസ ശതമേകോത്തരം ഛിന്നം ശിരസാം ചൈകവർച്ചസാം ന ചൈവ രാവണ ശാന്തോ ദൃശ്യതേ ജീവിതക്ഷയാത്. എന്താ രാമന് വിസ്മയം ഉണ്ടാവാനാണ് ഇനിയിപ്പോൾ പറയണത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ, ഇപ്പം രാമൻ്റെ മനസ്സിൽ അത്യാശ്ചര്യം ഉണ്ടായി പറഞ്ഞില്ലേ. എന്താണെന്നറിയോ? ഏകവർച്ചസാം ഒരുപോലെ ശോഭയോടുകൂടിയ ശിരസാം ഏകോത്തരം ശതം ശിരസ്സുകളുടെ 101 ഛിന്നം 100 പിളർന്നു തല. അങ്ങനെ 100 പിളർന്ന തലയോടുകൂടിയ രാവണൻ ജീവിതക്ഷയാത് ഈ ജീവൻ്റെ ക്ഷയം കൊണ്ട് ശാന്തനായിട്ട് ദർശിക്കപ്പെടുന്നില്ല. അതായത് രാമന് എന്താ അത്ഭുതം തോന്നാൻ കാരണം വെച്ചാൽ, ഒരുപോലെ പ്രകാശമുള്ള 101 ശിരസിനെ ഞാൻ മുറിച്ചു വീഴ്ത്തി, എന്നിട്ടും രാവണൻ മരിക്കണില്ല. രാവണത്തിന് അതാണ് അത്ഭുതമായത്. എത്ര ശിരസ് 10 വീഴ്ത്തി ആദ്യ 10 ശിരസ് അവിടെ പ്രത്യക്ഷപ്പെടും. ആ 10 വെട്ടിയ വേറെ 10 ശിരസ്, അങ്ങനെ 100 കണക്കിന് ശിരസ് വീഴ്ത്തിയിട്ടിട്ടും രാവണൻ്റെ ജീവന് നാശം ഉണ്ടായില്ല എന്നുള്ളതാണ് ഭഗവാൻ അത്ഭുതമായത്. എത്ര വെട്ടിട്ടാലും ജീവൻ പോണില്ല. അതാണ് അത്ഭുതം. ശതമേകോത്തരം ഛിന്നം ശിരസാം ചൈക വർച്ചസാം 100 കണക്കില് ശിരസ്, ശരിക്കും 10 ഉള്ളൂ, 10 പോയാൽ വേറെ 10 വരും. അങ്ങനെ 100 കണക്കില് വെട്ടിയിട്ടിട്ടും ന ചൈവ രാവണ ശാന്തോ ദൃശ്യതേ ജീവിതക്ഷയാൽ ജീവന് ക്ഷയം പറ്റുന്നില്ല. തഥാ സർവാസ്ത്രവിദ്ധീര കൗസല്യാനന്ദവർദ്ധന അസ്ത്രൈശ്ച ബഹുഭിർയുക്തശ്ചിന്തയാമാസ രാഘവ. തഥാ അനന്തരം സർവാസ്ത്രവിദ് എല്ലാ അസ്ത്രങ്ങളെയും ഉപയോഗിക്കാൻ അറിയുന്നവനും ധീര ബുദ്ധിശാലിയുമായ കൗസല്യാനന്ദവർദ്ധന കൗസല്യയുടെ പുത്രൻ, കൗസല്യയ്ക്ക് ആനന്ദം നൽകുന്ന പുത്രൻ, ബഹുഭി അസ്ത്രയുക്തഹാച്ച എത്രയോ അസ്ത്രങ്ങളോട് കൂടിയനായിട്ടും ചിന്തയാമാസ ചിന്തിച്ചു. കൊല്ലാൻ പറ്റുന്നില്ല, ജീവൻ പോണില്ല. സർവ്വ അസ്ത്രങ്ങളും ഉപയോഗിക്കാൻ അറിയുന്നവനും അതിബുദ്ധിമാനുമാണ് രാമൻ, അല്ലേ? അനവധി അസ്ത്രങ്ങൾ, ഇത്ര അസ്ത്രങ്ങൾ അവനവൻ്റെ കൈവശം ഉണ്ടായിരുന്നിട്ടു കൂടി രാമൻ ചിന്താവിഷ്ടനായി ചിന്തിച്ചു എന്താ വേണ്ടത്. എന്താ ചിന്തിച്ചെന്ന് പറയും. തത സർവാസ്ത്രവിദ്ധീര കൗസല്യാനന്ദവർദ്ധന അസ്ത്രൈശ്ച ബഹുഭിർയുക്തശ്ചിന്തയാമാസ രാഘവ. 50 യൈർബാണൈർഹതാ ദൈത്യ മഹാസത്വപരാക്രമ ത ഏതേ നിഷ്ഫലം യാതാ രാവണസ്യ നിപാതനേ. മഹാസത്വപരാക്രമാഹ മഹത്തായ ബലത്തോടും പരാക്രമത്തോടും കൂടിയ ദൈത്യ അസുരന്മാർ യൈ ബാണൈ ഏതൊരു ബാണങ്ങൾ കൊണ്ട് ഹത്വ ഹനിക്കപ്പെട്ടവരായോ തേ ഏതേ അതൊന്നും രാവണസ്യ നിപാതന രാവണനെ കൊല്ലാൻ നിഷ്ഫലം യാത. അതായത് അസുരന്മാരെ കൊല്ലാൻ സാധാരണ ഉപയോഗിക്കണ ഒരസ്ത്രം കൊണ്ടും രാവണനെ കൊല്ലാൻ പറ്റുന്നില്ല, രാവണനത് ഭരിക്കണില്ല. അതാണ് എന്താ ചിന്തിച്ചതാണ്. അവൻ ചിന്താവിഷ്ടനായി പറഞ്ഞില്ലേ. എന്താ ചിന്തിച്ചത്? വളരെ ശക്തിയും പരാക്രമമുള്ള പല രാക്ഷസന്മാരെയും ഏതൊക്കെ ബാണങ്ങൾ കൊണ്ടാണ് ഞാൻ മുമ്പ് കൊന്നത്, ആ ബാണങ്ങളൊന്നും ഈ രാവണനിൽ ഏൽക്കണില്ല, രാവണനിൽ പ്രയോജനമില്ല. അത് ആ അസ്ത്രങ്ങളൊന്നും എത്രയോ വളരെ പ്രബലന്മാരായ രാക്ഷസന്മാർ കൊല്ലാൻ ഉപയോഗിച്ച ഒരസ്ത്രം ഇപ്പോൾ രാവണവധത്തിൽ പ്രയോജനമില്ലാത്തവയായി തീർന്നിരിക്കുന്നുവല്ലോ എന്നാണ് ആലോചിച്ചത്. യൈർ ഹതാ ദൈത്യ മഹാസത്വപരാക്രമാ ത ഏതേ നിഷ്ഫലം യാതാ രാവണസ്യ നിപാതനേ. പിന്നെയോ 51 52 ഇത് ചിന്താകുലേ രാമേ സമീപസ്ഥോ വിഭീഷണ ഉവാച രാഘവം വാക്യം ബ്രഹ്മദത്തവരോഹ്യസൗ വിച്ഛിന്നാബാഹവോപ്യസ്യ വിച്ഛിന്നാനി ശിരാംസി ച ഉൽപ്പത്സ്യന്തേ പുനഃശ്രീഘ്രം ഇത്യാഹ ഭഗവാൻ അജഹ. രാമൻ ഇത് ചിന്താകുലെ ഇപ്രകാരം ചിന്താകുലനായിരിക്കുമ്പോൾ സമീപസ്ഥ അടുത്ത് നിൽക്കണ വിഭീഷണൻ രാഘവം അതായത് ശ്രീരാമനോട് വാക്യമുവാച പറഞ്ഞു. അസൗ ചൽ ഇവൻ
ബ്രഹ്മദത്തവര, ബ്രഹ്മാവിൻ്റെ വരം കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അസ്യ ഇവൻ്റെ വിച്ഛിന്ന ബാഹവ അഭി, മുറിക്കപ്പെട്ട കയ്യും തലയൊക്കെ പുനഃശീഘ്രം പിന്നെയും പിന്നെയും ഉൽപ്പസ്യന്തേ, പിന്നെയും പിന്നെയും വളരും. ഇതി ഭഗവാൻ അജഹ ആഹ എന്ന് ബ്രഹ്മാവ് വരം കൊടുത്തു. അതായത് എന്തെങ്ങനെ കൊല്ലാൻ പറ്റാത്തെന്ന് ശ്രീരാമൻ വിചാരിക്കുമ്പോൾ, ഇങ്ങനെ വിചാരപരവശനായിരിക്കുമ്പോൾ അടുത്ത് നിൽക്കണം വിഭീഷണൻ രാമനോട് പറഞ്ഞു, ഹേ രാമചന്ദ്ര പ്രഭോ, ഇവന് ബ്രഹ്മാവ് പണ്ടൊരു വരം കൊടുത്തു. എന്താ വരം ചാൽ, ഇവൻ്റെ കൈകളും ശിരസ്സുകളും മുറിച്ചാൽ ഉടനെ അവിടെ പുതിയ കൈയും ശിരസ്സും ഉത്ഭവിക്കുമെന്ന് ബ്രഹ്മാവ് ഒരു വരം കൊടുത്തിരിക്കുന്നു ഈ എൻ്റെ സഹോദരനായിട്ടുള്ള ഈ രാവണന് എന്ന് പറഞ്ഞു. ഇത് ചിന്താകുലേ രാമേ സമീപസ്ഥോ വിഭീഷണ ഉവാച രാഘവം വാക്യം ബ്രഹ്മദത്തവരോഹ്യസൗ വിച്ഛിന്നാബാഹവോപ്യസ്യ വിച്ഛിന്നാനി ചിരാംസി ച ഉൽപ്പത്സ്യന്തേ പുനഃശീഘ്രം ഇത്യാഹ ഭഗവാൻ അജഹ. ഇനി നമുക്ക് 2 ശ്ലോകങ്ങൾ ചെയ്യാം. നാഭിദേശേ മൃതം തസ്യ കുണ്ടലാകാര സംസ്ഥിതം തച്ഛോഷയാനലാസ്ത്രേണ തസ്യ മൃത്യുസ്തതോ ഭവേത്. വിഭീഷണവച ശ്രുത്വാ രാമശീഘ്രപരാക്രമ പാവകാസ്ത്രേണ സംയോജ്യ നാഭിം വിവ്യാധരാക്ഷസ. തസ്യ നാഭിദേശേ, അവൻ്റെ വയറിലെ നാഭിദേശത്തിൽ അമൃതം സുധ കുണ്ടലാകാര സംസ്ഥിതം, കുണ്ടലാകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. അവൻ്റെ വയറ്റിൽ അമൃതുണ്ട്, അത് കുണ്ടലാകൃതിയിൽ. അനലാസ്ത്രേണ, അത് ആഗ്നേയാസ്ത്രം കൊണ്ട് തത്ശോഷയ, അതിനെ നശിപ്പിച്ചാലും തഥാ അനന്തരം തസ്യ മൃത്യു ഭവേത്, അതായത് വയറ്റിലുള്ള അമൃതത്തിനെ നശിപ്പിക്കണം ആഗ്നേയാസ്ത്രം കൊണ്ട്, എന്നാൽ അവൻ്റെ മരണം തസ്യ മൃത്യു ഭവേത്, മരണം സംഭവിക്കും. വിഭീഷണ വച ശ്രുത്വ, വിഭീഷണൻ്റെ വാക്കിനെ കേട്ടിട്ട് ശീഘ്രപരാക്രമ രാമ, പരാക്രമിയായ രാമൻ പാവകാസ്ത്രേണ സംയോജ്യ, അതായത് ആഗ്നേയാസ്ത്രത്തോട് യോജിപ്പിച്ചിട്ട് രാക്ഷസൻ്റെ നാഭിയെ, വയറിനെ വിവ്യാധ, മുറിപ്പെടുത്തി. അതായത് എന്താ പറഞ്ഞു വെച്ചാൽ, ഇവൻ്റെ ഈ രാവണൻ്റെ നാഭിദേശത്തിൽ കുണ്ടലാകൃതിയിൽ, അതായത് പാമ്പ് ഇങ്ങനെ ചുറ്റിക്കിടക്കണ പോലെ അമൃതുണ്ട്. അതാണ് കുണ്ടലാകൃതി പറഞ്ഞത്. അതായത് പാമ്പ് ചുറ്റി ഇങ്ങനെ കിടക്കണ പോലെ രാവണൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ അമൃത് ഇരിക്കുന്നുണ്ട്. അത് നശിപ്പിക്കണമെങ്കിൽ ആഗ്നേയാസ്ത്രം ഉപയോഗിക്കണം. എന്നാലേ ആ അമൃത് നശിപ്പിക്കാൻ പറ്റുള്ളൂ, എന്നാലേ രാവണൻ മരിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും അത്രയത്ര തലകളും ബാഹുക്കളും ഉണ്ടായും കൊണ്ടേയിരിക്കും വെട്ടിയിട്ടാലും. അപ്പോൾ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചിട്ട് ആ അമൃതയെ നശിപ്പിക്കണം, എന്നാൽ അവന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതിവേഗത്തിൽ പരാക്രമിയായിട്ടുള്ള രാമൻ, വിഭീഷണൻ പറഞ്ഞത് കേട്ട ഉടനെ ആഗ്നേയാസ്ത്രം കൊണ്ട് രാക്ഷസൻ്റെ, അതായത് രാവണൻ്റെ നാഭിയെ പിളർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാഭിദേശേ മൃതം തസ്യ കുണ്ടലാകാര സംസ്ഥിതം തച്ഛോഷയാനലാസ്ത്രേണ തസ്യ മൃത്യുസ്തതോ ഭവേത്. വിഭീഷണവച ശ്രുത്വാ രാമ ശീഘ്രപരാക്രമ പാവകാസ്ത്രേണ സംയോജ്യ നാഭിം വിവ്യാധ രാക്ഷസഃ. 55 കൂടി വായിച്ചു നിർത്താം. അനന്തരം ചിച്ഛേദ ശിരാംസി ച മഹാബല ബാഹൂനപി ച സംരബ്ധോ രാവണസ്യ രഘൂത്തമ. അതിനുശേഷം അനന്തരം, അങ്ങനെ ആ അമൃതനെ നശിപ്പിച്ചതിന് ശേഷം മഹാബല സംരബ്ധ രഘുത്തമ, അത്യന്തം ബലവാനും കോപിഷ്ഠനുമായ രഘുശ്രേഷ്ഠൻ രാവണൻ്റെ ശിരാംസി ച ബാഹൂനപി, ശിരസ്സുകളെയും ബാഹുക്കളെയും ഛേദിച്ചു. അപ്പം പിന്നെ വളരില്ല, ആ അമൃത് കഴിഞ്ഞു, അമൃത് നശിപ്പിച്ചു. അതിനുശേഷം ആ അമൃതയെ നശിപ്പിച്ചതിന് ശേഷം മഹാബലവാനും അതിക്രുദ്ധനുമായിട്ടുള്ള രാമൻ രാവണൻ്റെ ശിരസ്സുകളെയും കൈകളെയും മുറിച്ചു. അവിടെ നമുക്ക് നിർത്താം. അതായത് ഇനിയിപ്പോൾ ശരിക്കും മരിച്ചു എന്ന് പറയണതൊക്കെ 56 തൊട്ട്. അനന്തരം ച ചിച്ഛേദ ശിരാംസി ച മഹാബല ബാഹൂനപി ച സംരബ്ധോ രാവണസ്യ രഘൂത്തമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
ശ്രീ സീതാ ലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം. അതായത് രാവണവധം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അതായത് അമൃതനെ കളഞ്ഞുല്ലോ, അപ്പം ഇനി മരിക്കും. അതാണ് ഇനി പറയണത്. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.